ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനേട്ടത്തിയോട് താൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ ആതിര പറയുകയാണ്, ഇപ്പോഴേ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ലെന്ന് എനിക്ക് തോന്നി. സന്ദീപിന്റെ ഏട്ടനാണെങ്കിലും എൻ്റെ ചേച്ചിയാണെങ്കിലും നമ്മുടെ മൂന്നുപേരുടെ ഇടയിലേക്ക് നാലാമതൊരാൾ വരണ്ട. അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും ആതിര പറയുമ്പോൾ മറുപടിയൊന്നും നൽകാനാകാതെ നിൽക്കുകയാണ് സന്ദീപ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് അവന്തിക ചെല്ലുകയാണ്. അവന്തികയെ കണ്ടയുടൻ തന്നെ അർച്ചന കണ്ണു തുടയ്ക്കുമ്പോൾ അവന്തിക പറയുകയാണ്, നീ കണ്ണൊന്നും തുറക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താന്നല്ലേ, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. നീ എൻ്റെ അനിയത്തിയെ നിന്റെ വശത്താക്കിയില്ലേ, അപ്പോൾ അതേപോലെ ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഇത് ഇത്രയും പെട്ടെന്ന് വിജയിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. നീ എന്താ കരുതിയത്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവന്തിക അങ്ങ് തോറ്റുപോകുമെന്നോ? കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞുള്ള നിന്റെ ആദ്യത്തെ തിരിച്ചടിയാണിത്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ്. അല്ല, നിന്നോട് ആതിര എന്താ പറഞ്ഞത്? കുഞ്ഞിനെ എടുക്കരുതെന്നോ, അതോ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യരുതെന്നോ? നീ എന്താണെങ്കിലും വിഷമിക്കണ്ട. നീയൊരു മാതൃസ്നേഹം അനുഭവിച്ചു വരികയായിരുന്നല്ലേ. എന്താണെങ്കിലും അടുത്ത് തന്നെ ഞാൻ പ്രസവിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാം. നീ നിന്റെ കുഞ്ഞായി തന്നെ വളർത്തിക്കോ. പക്ഷേ നിന്റെ തോറ്റോടുന്ന ഈ സ്വഭാവം മാത്രം വരാൻ പാടില്ല. അവന്തികയുടെ വീറും വാശിയും എല്ലാം പറഞ്ഞുകൊടുത്ത് വേണം നീ വളർത്താൻ. അതെല്ലാം ഏറ്റവും കൂടുതൽ നന്നായി തന്നെ അറിയാവുന്നത് നിനക്കല്ലേ എന്നും അവന്തിക പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെയും ആതിരയുമാണ്. ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. തെറ്റിദ്ധാരണയുടെ പേരിൽ നീ പണ്ടും ഇതേപോലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് സന്ദീപ് പറയുകയാണ്. ഇതിനു മുമ്പുള്ളതെല്ലാം തന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു സന്ദീപേ. പക്ഷേ ഇപ്പോൾ ഇതങ്ങനെയുള്ള കാര്യമല്ല, ഇതേ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ്. ഇത് കേൾക്കുന്ന സന്ദീപ് ദേഷ്യത്തോടെ പറയുകയാണ്, നീ ഇപ്പോൾ എന്താ പറഞ്ഞത്? കുടുംബമെന്നോ? ഈ കുടുംബം ഉണ്ടാകാൻ കാരണമായവരെയാണ് നീ ഇപ്പോൾ നാണം കെടുത്തി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അർച്ചനേട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഇത്രയും നാളും കരഞ്ഞു പിഴിഞ്ഞ് നടന്നവളാണ് ഇപ്പോൾ വീറും വാശിയോടെ അർച്ചനേട്ടത്തിയോട് പൊരുതാൻ നിൽക്കുന്നത്. നിന്റെ സ്വഭാവം എന്താണെങ്കിലും എനിക്കില്ല. ഞാൻ എന്നും അർച്ചനേട്ടത്തിയോട് കടപ്പെട്ടിരിക്കുമെന്നും സന്ദീപ് പറയുമ്പോൾ ആതിര ദേഷ്യത്തോടെ പറയുകയാണ്, ഞാനിപ്പോൾ എന്തു പറഞ്ഞെന്നാ സന്ദീപ് പറയുന്നത്? സന്ദീപ് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. അർച്ചനേട്ടത്തി കാരണമാണ് നമ്മുടെ വിവാഹം വരെ നടന്നത് എന്ന് കരുതി ജീവിതാവസാനം വരെ നമ്മളെന്താ അവരുടെ കാൽക്കൽ കിടക്കണോ എന്ന് ആതിര ദേഷ്യത്തോടെ ചോദിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ തലയിടാൻ പോകുന്ന സ്വഭാവമേ എൻ്റെ ചേച്ചിക്ക് പണ്ടേ ഉള്ളതാ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താഴത്തെ മുറിയിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് സന്ദീപിന്റെ അനിയത്തി സ്നേഹ. സ്നേഹയുടെ ജീവിതം ഇങ്ങനെയാക്കിയൊക്കെ തീർത്തതിന് ഒരൊറ്റൊരു കാരണക്കാരി എൻ്റെ ചേച്ചി മാത്രമാണ്. സ്നേഹയെ വളർത്തി വളർത്തി ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തില്ലേ. എനിക്കും ഒരു പെൺകുഞ്ഞ് തന്നെയാ. വളർന്നു വലുതായി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലേ ആരും വല്യമ്മയല്ല അമ്മയായിരിക്കും കുറ്റം പറയുന്നത്. തുടർന്ന് സന്ദീപ് പറയുകയാണ്, അല്ല, നീ പറയുന്നുണ്ടല്ലോ നിന്റെ കുഞ്ഞെന്ന്. കുഞ്ഞ് കരയുമ്പോഴേ അർച്ചനടുത്ത് എടുത്താലാ കുഞ്ഞ് കരച്ചിൽ നിർത്താറ്. എന്താ നിനക്കതൊന്നും ഓർമ്മയില്ലേ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങളായാൽ കരഞ്ഞു നിരിക്കുമെന്ന് ആതിര പറയുന്നു. ഒരു കുഞ്ഞായപ്പോഴേ നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇനി നിന്റെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും? നീ സൂക്ഷിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന് ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും അവന്തികയുമാണ്. ഉറ്റവരും ഉടയവരുമൊക്കെ തള്ളി പറയുമ്പോഴുള്ള വേദന എന്താണെന്ന് നീ അറിയണം. എൻ്റെ അനഘയും എന്നെ തള്ളി പറഞ്ഞപ്പോൾ ഞാനതൊക്കെ അനുഭവിച്ചതല്ലേ എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതിന് നിങ്ങളെപ്പോലെ കള്ളത്തരം പറഞ്ഞും വിഷം കുത്തിവെച്ചുമല്ല ഞാൻ അനഘയെ നേർവഴിയിലാക്കിയത്. എല്ലാം കണ്ടു തന്നെയാ അവൾ പഠിച്ചത്. തൻ്റെ ചേച്ചി ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് അവൾ കണ്ടു തന്നെയാ മനസ്സിലാക്കിയതും. തുടർന്ന് അർച്ചന പറയുകയാണ്, ഞങ്ങളെ ഒരേ ചോര തന്നെയാ. എന്നാണെങ്കിലും ഞങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ നിർത്തിയ പോലെ ഒരടിയിലൊന്നും ആതിര നിർത്തില്ലെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതിന് നിങ്ങൾ ഒന്നായിട്ട് വേണ്ടേ? ആ കുഞ്ഞിനെ നീ അങ്ങ് മറന്നേക്കർച്ചനെ. എന്താണെങ്കിലും ഇനി ആ കുഞ്ഞിനെ നിനക്ക് നിന്റെ കയ്യിലേക്ക് കിട്ടാനേ പോകുന്നില്ല. അതേസമയം സന്ദീപ് മുറിയിലേക്ക് വരികയാണ്. ഏട്ടത്തി, ആതിര പറഞ്ഞ കാര്യങ്ങളൊന്നും ഏട്ടത്തി കാര്യമായിട്ട് എടുക്കണ്ട. ഈ ലോകത്തില് എൻ്റെ കുഞ്ഞ് ആരുടെയെങ്കിലും അടുത്ത് സുരക്ഷിതമാണെങ്കിൽ അത് ഏട്ടത്തിയുടെ കയ്യിൽ മാത്രമായിരിക്കും. ഏട്ടത്തിക്ക് വേണ്ടപ്പോഴൊക്കെ കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ ഏൽപ്പിച്ച് സന്ദീപ് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അർച്ചന പറയുകയാണ്, കണ്ടില്ലേ, ഞാനൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ കുഞ്ഞിനെയും എന്നെയും പിരിക്കാനായി ആർക്കൊണ്ടും സാധിക്കുകയുമില്ല. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവരാമൻ കുഞ്ഞിന് സാധനങ്ങൾ വാങ്ങാനായി കടയിൽ വന്നിരിക്കുന്നതാണ്. പൈസ തികയാത്തത് കൊണ്ട് ഒന്നും മേടിക്കാതെ ശിവരാമൻ അവിടെ നിൽക്കുമ്പോൾ അർച്ചനയും സജിയും കൂടി കുഞ്ഞിന് സാധനങ്ങൾ വാങ്ങാൻ വരികയാണ്.
എന്ത് മേടിച്ചാലും 2 മേടിക്കണമെന്ന് അർച്ചന പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.